ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 243 സെഷനാണല്ലോ ഇത്. 7-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 17-ാമത്തെ വിചിന്തനവും. ഹാലലൂയ ഹാലലൂയ. 7-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ കണ്ണീരിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ സെഷൻ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ആത്മീയ വിഭാഗത്തിന്റെ ഫലമായി ആത്മാവിൽ ഉളവാകുന്ന വിശിഷ്ട ഫലങ്ങൾ അമ്മത്രസ്യ വിശദീകരിക്കുകയാണ് ഇവിടെ ഈ 3-ാമത്തെ അധ്യായത്തിൽ. അത് 8 വിശദീകരിച്ചു കഴിഞ്ഞു. 9-ാമത്തേത് കൂടുതൽ കരുതലുള്ള ഒരവസ്ഥയിലേക്ക് ആത്മാവ് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഒരു ഭയാശങ്ക കൈവിടിയാൻ പറ്റത്തില്ല. കാരണം സാക്ഷാത്തായ ശാശ്വതമായ നിത്യമായ ദൈവൈക്യം മരണത്തിന് ശേഷം സ്വർഗത്തിൽ പ്രാപിക്കുന്നതിനും വരെ, മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എപ്പോഴും ഒരു അപകട സാധ്യത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് വലിയ കരുതലിലേക്ക് ആത്മാവിനെ നയിക്കും. 14-ാമത്തെ ഖണ്ഡിക. ഇനി ഇത്ര മഹത്തായ ഒരു ഗുണം നഷ്ടീഭവിക്കുക സാധ്യമാണെന്ന സ്മരണ ഈ ആത്മാക്കൾ ഉളവാക്കുന്ന പ്രതികരണം എന്തായിരിക്കും? കൂടുതൽ കരുതലോടെ വ്യാപരിക്കുന്നതിനും തങ്ങളുടെ ബലഹീനതയിൽ നിന്ന് കൂടുതൽ ശക്തി സമ്പാദിക്കുന്നതിനും പ്രസ്തുത വിചാരം അവർക്ക് സഹായകരമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാധ്യതയെ പറ്റിയുള്ള അവബോധം വരുമ്പം 2 കാര്യം: കൂടുതൽ കരുതലോടെ വ്യാപരിക്കുക, ബലഹീനത ശക്തി സംഭരിക്കുക. പൗലോസപ്പോസ്തലൻ 2 കൊരിന്ത്യർ 12 പറയുന്ന പോലെ എൻ്റെ ബലഹീനതയെ ഞാൻ പ്രശംസിക്കും. കാരണം ഈശോ പറഞ്ഞു, ബലഹീനതയിലാണ് അവിടുത്തെ ശക്തി പ്രകടമാകുന്നത്. അപ്പം ആ രീതിയിൽ ബലഹീനതയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ തമ്പുരാന്റെ മുമ്പിൽ വ്യാപരിക്കുകയാണ്. തന്നിമിത്തം ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നതിന് ലഭിക്കുന്ന സന്ദർഭങ്ങളൊന്നും സ്വന്തം കുറ്റം കൊണ്ട് അവർ വ്യർത്ഥമാക്കുകയില്ല. സ്വന്തം കുറ്റം കൊണ്ട് വീഴ്ച വരുത്തുകയല്ല, ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരങ്ങളൊന്നും. ദൈവത്തിൽ നിന്ന് ഉപരി നന്മകൾ പ്രാപിക്കും തോറും തങ്ങളെ കൂടുതൽ അവിശ്വസിക്കുകയും കൂടുതൽ കരുതലോടെ വ്യാപരിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും തോറും തങ്ങളെപ്പറ്റി തന്നെ ഉറപ്പില്ലായ്മ, വിശ്വാസമില്ലായ്മ എടുക്കും. ഒരിക്കലും തന്നെ ആശ്രയിക്കുകയല്ല. പത്രോസപ്പോസ്തലന്റെ വലിയ ബലഹീനത തന്നെ തന്നെ അമിതമായി ആശ്രയിച്ചു എന്നുള്ളതാണല്ലോ. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയല്ല, മരിക്കേണ്ടി വന്നാലും കരകെടുത്ത് വരാനൊക്കെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് പത്രോസപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസമായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ഒട്ടും സ്വയം വിശ്വസിക്കുന്നില്ല. ദൈവപ്രഭാവത്തിന്റെ വെളിച്ചത്തിൽ തങ്ങളുടെ അവശതകൾക്ക് വ്യക്തമായി ഗ്രഹിക്കുന്നത് കൊണ്ടും പാപങ്ങളുടെ കാഠിന്യം അധികം ബോധ്യമാകുന്നതിനാലും ചുങ്കക്കാരനെ പോലെ ലൂക്ക 18:13 കണ്ണുകൾ ഉയർത്താൻ പോലും അവർ തുനിയാറില്ല. ചുങ്കക്കാരൻ ദൂരെ നിന്നുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി ഉയർത്താൻ പോലും തയ്യാറാകാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയാ നബിക്കാരനെ ആയിരിക്കും വിരമിച്ചു. ആ ചുങ്കക്കാരന്റെ മാതൃകയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. ചിലപ്പോഴൊക്കെ ഭദ്രത പ്രാപിക്കാനുള്ള താല്പര്യ നിമിത്തം ജീവിതം അവസാനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോകുമെങ്കിലും ഉടൻ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തെ പ്രതി ആ വിചാരം ഉപേക്ഷിച്ച് അവിടുത്തെ സേവനത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹത്തിലേക്ക് പിന്തിരിഞ്ഞുകൊള്ളുകയും തങ്ങളെ സംബന്ധിച്ച് സമസ്തം അവിടുത്തെ കാരുണ്യത്തിന് അർപ്പിക്കുകയും ചെയ്യും. അഗാധമായ എളിമയാണ്. നമുക്കിവിടെ ഒരു വിരോധാഭാസം പോലെ തോന്നും. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് 7-ാം സദനം വരെ എത്തി അതുപോലെ ദൈവത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ആത്മാവിന്റെ അവസ്ഥ അമ്മത്രസ്യ അത് വിശദീകരിക്കാൻ ഉപയോഗിക്കുമ്പം ചുങ്കക്കാരന്റെ സ്ഥാനത്താണ് കൊണ്ട് വെക്കും നമ്മൾ ഓർമ്മിക്കണം. ചുങ്കക്കാരൻ ദേവാലയത്തിൽ പോയി നിന്നത് ആ അവസ്ഥയിലേക്കാണ് എത്തുക. നമ്മുടെ നിസ്സാരത അതുപോലെ തിരിച്ചറിയുന്നു, ഇല്ലായ്മ അംഗീകരിക്കുന്നു. വിശുദ്ധ കന്യക ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുമ്പം കർത്താവിന്റെ ദാസി തന്റെ ഇല്ലായ്മയെ താഴ്മയെ കടാക്ഷിച്ചു ദൈവം എന്ന് പറയുമ്പോൾ ഉള്ള അതേ അനുഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഹൃദയം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചുങ്കക്കാരന്റെ അവസ്ഥയിലേക്കാണ് അവസാനം നമ്മൾ എത്തേണ്ടത്. അത്രയുമുള്ള എളിമയും നമ്മുടെ നിസ്സാരത അവബോധവും. ഇടയ്ക്കിടെ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വൈപുല്യ നിമിത്തം അവർ അന്താളിച്ചു പോകാറുണ്ട്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞു തന്നത് എന്ന് ഓർക്കുമ്പോൾ അന്താളിച്ചു പോകുന്ന അനുഭവം വരും. കൊള്ളുന്നതിലധികം ചരക്ക് നിറച്ച കപ്പൽ സമുദ്രത്തിനടിയിലേക്ക് താഴുന്നത് പോലുള്ള ഗതികേട് തങ്ങൾക്ക് സംഭവിച്ചേക്കുമോ എന്നാണ് അപ്പോഴത്തെ ഒരു ഉത്കണ്ഠ. അനുഗ്രഹങ്ങളുടെ ആധിക്യ നിമിത്തം ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുമെന്ന് പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. ദർശനങ്ങളെ വെളിപാട് ആധിക്യ നിമിത്തം അഹങ്കാര സാധ്യതയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടുമ്പോൾ അഹങ്കാരത്തിന്റെ ഒരു അപകട സാധ്യത ഉപയോഗിക്കുന്ന ഉദാഹരണം,
കൊള്ളാവുന്നതിലധികം ചരക്ക് നിറച്ച കപ്പല് ആ ചരക്കിന്റെ ബാഹുല്യം നിമിത്തം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അപകടം ഉണ്ടായേക്കാം എന്ന് ഇവർക്കറിയാം. അവിടെ വളരെ കരുതലോടുകൂടിയാണ് ഈ ആത്മാക്കൾ നീങ്ങുക. അതാണ് ഒൻപതാമത്തെ ഫലം. സഹോദരിമാരെ, അവർക്ക് കുരിശുകൾ ഇല്ലാതെ വരികയില്ലെന്ന് ഞാൻ തീർത്ത് പറയാം. കുരിശുകൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും. അടുത്ത അധ്യായത്തിൽ മദ്രസ്യ അതേപോലെ നന്നായിട്ട് പിന്നെ വിവരിക്കുന്നുണ്ട്. എന്നാൽ അവരെ അസ്വസ്ഥരാക്കുകയോ സമാധാനത്തെ ഹനിക്കുകയോ ചെയ്യുകയില്ല. അസ്വസ്ഥതപ്പെടുത്തുകയല്ല, ആന്തരിക സമാധാനത്തെ അത് ഹനിച്ച് കളയുകയില്ല. അല്പം ചില കോളിളക്കം ഉണ്ടായാൽ തന്നെയും തിരമാലകൾ മാഞ്ഞു പോകുന്ന പോലെ വേഗം അപ്രത്യക്ഷമായി അന്തരീക്ഷം വീണ്ടും പ്രശാന്തമാകും. ഇടയ്ക്കിടയ്ക്ക് അല്പം കോളിളക്കം ഉണ്ടാകുന്നവർ തിരമാല ഊങ്ങി വരുന്ന പോലെ അസ്വസ്ഥതയുടെയോ സമാധാനത്തെ ഹനിക്കുന്ന പോലെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും നിലനിൽക്കുകയല്ല. ശാശ്വതമായിട്ട് സാരമായ ഒരു ഉപദ്രവം വരുത്താൻ അവയ്ക്ക് സാധിക്കില്ല. ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യമുള്ളതിനാൽ പെട്ടെന്ന് എല്ലാം മറക്കാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം, ഇമ്മാനുവേൽ, ഈശോയ്ക്ക് കൊണ്ടിരുന്ന അനുഭവം അതാണല്ലോ. പിതാവ് എന്നോട് കൂടെയുണ്ട്, അവിടെ തന്നെ ഒരിക്കലും തനിയെ വിട്ടിരിക്കുകയല്ല, ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ള പ്രവർത്തിക്കുന്നു, അവിടെ അവിടുത്തെ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഞാൻ പിതാവ് ഒന്നാണ്. യോഹന്നാൻ 16 വായിക്കുന്നു, നിങ്ങൾ എല്ലാവരും സ്വന്തം വഴിക്ക് പോകുന്ന സമയം വരുന്നു, പക്ഷെ ഞാൻ തനിച്ചല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. ആ പിതാവ് തൻ്റെ കൂടെ ഇല്ലയോ എന്നുള്ള ശങ്ക കുരിശിലെ പീഡയുടെ ഒരു സമയത്ത് വന്നപ്പോൾ ഈശോ നിലവിളിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് തന്നെ ഉപേക്ഷിച്ചു. അവിടെയും ദൈവത്തോട് തന്നെ, പിതാവോട് തന്നെ ഈശോ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഉറപ്പിന്റെ അടിസ്ഥാന അനുഭവം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവം കൂടെയുള്ള ജനം, ഇസ്രായേലിന്റെ കരുത്ത് മുഴുവൻ അതായിരുന്നു. മോശ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ജനത വേറെ ഇല്ല, ഭൂമുഖത്തുള്ള സകല ജനതയേക്കാൾ ഞങ്ങൾ ഭാഗ്യമുള്ളവരായിരിക്കും, അനുഗ്രഹീതരായിരിക്കും നീ ഞങ്ങളുടെ കൂടെ വരികയാണ് എങ്കിലും. അതാണ് ഈശോയുടെ മനുഷ്യാവതാരം, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അനുദിന ദീപികാരന്റെ സ്വീകരണം വഴി എല്ലാം അത് കാഴ്ചപ്പെടുത്തി കിട്ടുകയാണ്. അപ്പൊ ദൈവം കൂടെയുള്ളവരായ, കൂടെയുള്ള ദൈവത്തെ അനുഭവിക്കുന്നവരായി ജീവിക്കാനുള്ള മാർഗമാണ് അമദ്രസയുടെ പറഞ്ഞു വരുന്ന മുഴുവനും. അപ്പൊ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തി ഒരു കാരണവശാലും ഏത് കൊള്ളുന്ന നടുവിലും ഒരു പരിധിക്കപ്പുറം ഇളകുകയല്ല. ഇച്ചിരി ഇളകിയാൽ തന്നെ എല്ലാം തന്നെ അവർ പെട്ടെന്നെല്ലാം മറക്കും, വിസ്മരിച്ച് ഈ സാന്നിധ്യത്തിലേക്ക് വരും. അവിടുന്ന് സമസ്ത സൃഷ്ടികളാലും സദാ വാഴ്ത്തി സ്തുതിക്കപ്പെടട്ടെ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ അമദ്രേസ്യ ആത്മീയ വിഭാഗത്തിന്റെ വിശിഷ്ട ഫലങ്ങൾ 9 എണ്ണമാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യം 1-2 എണ്ണി പറഞ്ഞു, പിന്നെ എണ്ണി പറയാതെ അവസാനം വരും ഇതാണ് ഫലങ്ങൾ എന്ന് പറയുകയാണ്. ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തേത് ആത്മവിസ്മൃതി, തന്നെ വിസ്മരിച്ചു പോകുന്നു. രണ്ടാമത്തേത് സഹനത്തിലുള്ള തീവ്രമായ ആഗ്രഹമാണ്, ക്രൂശിതനായ ഈശോയുടെ വലിയ അടുപ്പം. അങ്ങനെ മൂന്നാമത്തേത് ശത്രുക്കളോട് കാണിക്കുന്ന വലിയ സ്നേഹം, ഉപദ്രവിക്കുന്നവര്, തന്നെ മർദ്ദിക്കുന്നവര്, പീഡിപ്പിക്കുന്നവർ നിരക്കുള്ള യഥാർത്ഥമായ സ്നേഹം കൊണ്ട് ഇവിടെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. അവർക്ക് വേണ്ടി എന്ത് ത്യാഗം കൊടുക്കാനുള്ള സന്നദ്ധത വരുന്നു. നാലാമത്തേത് ശുശ്രൂഷയുടെ വലിയൊരു ആഗ്രഹം, ത്വര കയറി വരികയാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു വന്നപ്പോൾ അല്പം ഒരു വ്യത്യാസം എണ്ണത്തിൽ വന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതാണ് ഇപ്പോൾ പറയുന്നതാണ് കുറച്ചുകൂടി ശരിയെന്ന് എനിക്ക് തോന്നുകയാണ്. ശത്രുക്കളുള്ള വലിയ സ്നേഹം, അത് മൂന്നാമത്തേത്. നാലാമത്തേത് ശുശ്രൂഷയുടെ വലിയ ത്വര, ഈശോയ്ക്ക് വേണ്ടി പരമാവധി ആൾക്കാർക്ക് ശുശ്രൂഷ ചെയ്യുന്ന വലിയ തീക്ഷ്ണമായ ആഗ്രഹമാണ്. അഞ്ചാമത്തേത് സർവസംഗ പരിത്യാഗമാണ്, എല്ലാത്തിലും നിസ്സംഗത. ദൈവം തരുന്ന അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ആനന്ദാനുഭൂതി പോലും വേണ്ട, അതിനുവേണ്ടി ഒന്നും ഒരു എടുത്തിയാട്ടവും ഇല്ല, ആഗ്രഹവും ഇല്ല, അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ഒരു സർവസംഗ പരിത്യാഗ അനുഭവമാണ്. ആറാമത്തെ അനുഭവം ദൈവം നൽകുന്ന ഒരു ആന്തരിക ഉത്തേജന അനുഭവമാണ്, പ്രചോദനം. പെട്ടെന്ന് ഒന്ന് കത്തി ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കാണാനായിട്ട് പറ്റും. ഏഴാമത്തെ അനുഭവം ഇവിടെ കാണുക, മനസ്സിൽ പറയുന്നത് ആഴമായ പ്രശാന്തതയാണ്. സുലൈമാന്റെ ദേവാലയ നിർമ്മാണ രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് അമദ്രസ്യ പറയുന്ന ഒരു ശബ്ദം കേൾക്കാൻ അതുപോലെ ആഴമായ പ്രശാന്തത, നിശബ്ദതയിൽ ആത്മാവ് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതാണ്. എട്ടാമത്തേത് സ്നേഹത്തിന്റെ വലിയ അനുഭവം, ദിവ്യ ചുംബനം കിട്ടുന്ന അനുഭവമാണ്. എന്തിനു വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് മാൻപേട വെള്ളത്തിന് വേണ്ടി, അല്ലെ പ്രാവ്, നോഹയുടെ പ്രാവ് ഒരുവൻ ശിഖരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേൽ ആത്മീയ തീർത്ഥാടകൻ ദൈവഭവനത്തിന് വേണ്ടി ദാഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഉത്തമത്തിലെ മണവാട്ടി ദൈവസ്നേഹ ചുംബനത്തിന് വേണ്ടി മണവാട്ടി ചുംബനത്തിന് ദാഹിച്ചതുപോലെയുള്ള ദാഹം, അത് പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവമാണ്. ഒൻപതാമത്തേത് ഇതിനെല്ലാം ഇടയിലും നടുവിലും വലിയ കരുതലോടെ നീങ്ങാനുള്ള ആ ഒരു അവബോധം, തന്നെ അപകട സാധ്യത ഇനി നഷ്ടപ്പെട്ടേക്കാം. പൗരസ്ത്യം പറയുന്ന പോലെ മൺപാത്രങ്ങളിലാണ് നിധി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.